ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ 2025 അവസാനിക്കുന്നു. പ്രതീക്ഷയോടെ 2026 നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 12 മാസം നമുക്കെല്ലാം ഓരോരോ അനുഭവങ്ങൾ, നല്ലതും ചീത്തയും സങ്കടങ്ങളും സന്തോഷവും ആനന്ദവും ദുഃഖങ്ങളും ഒക്കെ നമുക്കുണ്ടായി. 2025 വളരെ പെട്ടെന്ന് പൂർത്തിയായി. 2026 നമ്മൾ പ്രവേശിക്കുകയാണ്. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാം കർത്താവ് നവീകരിക്കും. ഹി വിൽ മേക്ക് എവറിത്തിങ് റിന്യൂഡ്. എല്ലാം പുതുതാക്കി മാറ്റും. ആ ഒരു പ്രതീക്ഷയോടുകൂടി 2026 നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞൊരു വർഷക്കാലം ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമുക്ക് ചിലപ്പോൾ ചില ദുഃഖങ്ങൾ ഉണ്ടായി കാണും, വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എല്ലാത്തിനും കർത്താവിന് മഹത്വം കൊടുക്കുക. കഴിഞ്ഞൊരു 12 മാസം ഈശോ നടത്തിയതിന് എല്ലാത്തിനും, നമ്മളെ കൈപിടിച്ച് നടത്തിയതിനെല്ലാം നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട സൗരങ്ങളെയും കഴിഞ്ഞൊരു വർഷക്കാലം എത്രയോ നൂറുകണക്കിന് വചനങ്ങൾ നമ്മൾ കേട്ടു, നമ്മൾ ധ്യാനങ്ങളിൽ പങ്കെടുത്തു, നമ്മൾ ബലിയർപ്പിച്ചു, ആരാധിച്ചു. വലിയ അനുഗ്രഹങ്ങൾ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. 2026 നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു വർഷത്തേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഈശോ തന്നൊരു ഇൻസ്പിറേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇതൊരു ഇൻഫർമേഷനായിട്ട് എടുക്കുക, സാധിക്കുന്നിടത്തോളം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ, 2026 ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മുടെ ഈ ഒരു ഓൺലൈൻ ശുശ്രൂഷ ഈശോയുടെ വചനം നമ്മളിലേക്ക് എത്തുന്നു. പല വൈദികരിലൂടെ, സന്യാസത്തിലൂടെ, അൽമായ പ്രേക്ഷകരിലൂടെ, ധ്യാന കേന്ദ്രങ്ങളിലൂടെയൊക്കെ ഒത്തിരി ശുശ്രൂഷകൾ നമ്മളിലേക്ക് എത്തുകയാണ്. 2026 പ്രത്യേകിച്ച് ഈശോ തന്നൊരു പ്രചോദനം അനുസരിച്ച് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരു പുതിയ ശുശ്രൂഷ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളിത് കേട്ട് ഞെട്ടുകയോ കർത്താവെ ഇനി ഇതും കൂടെ കേൾക്കണമെന്നൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കില്ല. ഈശോ ഇൻസ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. അച്ഛൻ പേഴ്സണലി ഒന്നും പ്രോമിസ് ചെയ്യുന്നില്ല, എല്ലാം ഈശോ നവീകരിക്കുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് ഈ ഒരു ശുശ്രൂഷ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുക. ഇത് ഓൺലൈനാണ്, ടോട്ടലി ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് പോലും ഇല്ലാത്തൊരു ശുശ്രൂഷയാണ്, കുഞ്ഞു ശുശ്രൂഷയാണ്. ബട്ട് ഈശോ അനുഗ്രഹിച്ചാൽ ഈ ഒരു വർഷം മുഴുവൻ, അടുത്ത 12 മാസം മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്പെഷ്യൽ ശുശ്രൂഷ ഉണ്ടാവും. ഇപ്പം എന്താണിത് എന്ന് കേൾക്കണമെങ്കിൽ, എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ യൂഷ്വലി ഞാൻ തരുന്ന വചന സന്ദേശങ്ങളൊക്കെ ഈശോയെ കുറിച്ച് പറഞ്ഞു തരുന്നതൊക്കെ ഫാദർ ജിൻസ് ചിങ്കല്ലേൽ എന്ന പേരുള്ള ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് നിങ്ങളിലേക്ക് ഇത് എത്തുന്നത്. നമ്മുടെ ഈ പുതിയ ശുശ്രൂഷ നമ്മളിത് വരുന്നത് തീർച്ചയായിട്ടും ധ്യാനകേന്ദ്രത്തിൻ്റെ ചാനലിൽ കൂടിയാണ്. ഞാനിത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടേക്കാം, നമ്മുടെ പിള്ളേർ അത് ചെയ്തിട്ടോളും. ഗുഡ് ന്യൂസ് റിട്രീറ്റ് സെൻറ്റർ കോട്ടയം ഒഫീഷ്യൽ, ഗുഡ് ന്യൂസ് റിട്രീറ്റ് സെൻറ്റർ കോട്ടയം ഒഫീഷ്യൽ എന്ന പേരുള്ള യൂട്യൂബ് ചാനലിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ശുശ്രൂഷ വരിക. എൻ്റെ പേര് കൊടുത്തിട്ടുള്ള ഫാദർ ജിൻസ് ചിങ്കല്ലേൽ എന്ന പേര് കൊടുത്തിട്ടുള്ള ആ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ ബുധനാഴ്ചയും ശനിയാഴ്ചയുള്ള 5 മിനിറ്റോ ഇല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളുടെ വലിയ ടോക്കുകളൊക്കെ അതിലൂടെ തന്നെ നമ്മുടെ ടീച്ചിങ്സും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ കൂടെ തന്നെ ഷെയർ ചെയ്യും. ഇതൊരു പർട്ടിക്കുലർലി ഈ ഒരു ചാനലിൽ കൂടെ വേറെ ഒന്നും വരാതെ, ഇതിനകത്ത് കുറച്ച് പഴയ ഇംഗ്ലീഷ് ടോക്സ് ഒക്കെ കിടപ്പുണ്ട്, അതവിടെ കിടന്നോട്ടെ. നിങ്ങൾ ആ ഇംഗ്ലീഷ് ഒന്നും കേട്ട് ഞെട്ടുകയോ എന്നെ കളിയാക്കുകയോ വേണ്ട, അതവിടെ തന്നെ കിടന്നോട്ടെ. ഇനി വരുന്ന ശുശ്രൂഷകളൊക്കെ ഈ ഒരു പ്രത്യേക ശുശ്രൂഷ ഈ ഒരു ചാനലിൽ കൂടെ ആയിരിക്കും വരിക, ഗുഡ് ന്യൂസ് റിട്രീറ്റ് സെൻറ്റർ കോട്ടയം ഒഫീഷ്യൽ. അപ്പോൾ ആ ശുശ്രൂഷ എന്താണെന്ന് വെച്ചാൽ, വലിച്ചു നീട്ടാതെ കാര്യം പറയച്ചു എന്ന് വെച്ചാൽ, എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനമായിട്ട് ഞാനത് ഏറ്റെടുക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് തളരുന്നു, കഴുത്തിലൊരു നുകവും വെച്ചുകൊണ്ട് ഞങ്ങൾ മടുത്തു പോകുന്നു, ഞങ്ങൾക്ക് വിശ്രമമില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇത് ഞാനും നിങ്ങളും ഒക്കെ ഓരോ ദിവസവും അനുഭവിക്കുന്ന കാര്യമല്ലേ. എവറി ഡേ വി ഹാവ് സംതിങ് ടു ബി ടെൻസ്ഡ്. എല്ലാ ദിവസവും ടെൻഷൻ അടിക്കാൻ, എല്ലാ ദിവസവും സങ്കടപ്പെടാൻ, എല്ലാ ദിവസവും തളർന്നു പോകാൻ എത്രയോ കാര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് പക്ഷേ കൃപ കിട്ടുന്നത് കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണല്ലേ. നമ്മൾ രാവിലെ ഒരു വചനം വായിച്ച്, വചനം കേട്ട്, ബലിയർപ്പിച്ച് നമ്മൾ ആരംഭിക്കുന്ന ഒരു ദിവസം, ആ ദിവസം നമ്മളെ ചിലപ്പോൾ തളർത്തി കളയാം. മാനുഷികമായിട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സ് തളർന്നേക്കാം. ഈ ഒരു ശുശ്രൂഷ പ്രത്യേകമായിട്ട് ഈശോ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് തരാൻ പോകുന്നത് രാത്രി 9 മണിക്ക്. നിങ്ങൾ ആ സമയത്തൊന്നും കടന്ന് ഉറങ്ങൂലെന്ന് എനിക്കറിയാം, പക്ഷേ എല്ലാ ദിവസവും രാത്രിയിൽ ഈശോയുടെ ഒരു വചനം, ഒരു കുഞ്ഞു കാര്യം, ചില ദിവസങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു കുഞ്ഞു കഥയായിരിക്കാം, ചിലപ്പോൾ ഒരു കുഞ്ഞു വചനമായിരിക്കാം, ചിലപ്പോൾ ആ ദിവസം അനുഭവിച്ചറിഞ്ഞൊരു കാര്യമായിരിക്കും. നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു 5 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലൊന്നും സംസാരിച്ചിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ ഉറക്കം തൂങ്ങിപ്പോവും. അപ്പോൾ എല്ലാ ദിവസവും ഇത് ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു ചാനലിൽ കൂടെ രാത്രി 9 മണിക്ക്. ഇപ്പം എൻ്റെ ഒരു പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ഉദ്ദേശവും ഇത്രയാണ്, ഒരു പ്രചോദനം ഇത്രയാണ്. രാത്രി എപ്പോഴാണോ നിങ്ങൾ കിടക്കാൻ പോകുന്നത്, 9 മണിക്കായിരിക്കും അത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ 11 മണിക്ക് കിടക്കുന്നവരായിരിക്കും, 12 മണിക്ക് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും രാത്രിയിൽ ഇതൊന്ന് കേട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. ഒരു കുഞ്ഞ് സന്ദേശമായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പുതിയൊരു ദിവസം ആരംഭിക്കാൻ രാത്രി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാൻ, പ്രത്യാശയോടെ പുതിയൊരു ദിവസത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുക. അപ്പം മറക്കാതെ ഈ ഒരു ചാനൽ
നിങ്ങളതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഈശോ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ ആത്മാവിലാണ് ഉണ്ടാവേണ്ടത്. ഈശോയുടെ വചനത്തോട് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുക. ഈ ചാനലിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണമെങ്കിൽ, എല്ലാ ദിവസവും അത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ അച്ഛന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. പുതിയൊരു വർഷം നമുക്ക് അനുഗ്രഹമായിട്ട് തീരണം. ഇപ്പോൾ 2026 ഗുഡ് ന്യൂസ് റിട്രീറ്റ് സെൻറ്റർ കോട്ടയം ഒഫീഷ്യൽ എന്ന ഈ ചാനലിൽ കൂടെ രാത്രി 9 മണിക്ക് എല്ലാ ദിവസവും ഒരു കുഞ്ഞ് ടോക്ക്, ഒരു കുഞ്ഞ് ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഒരു ശിക്ഷ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു വചനമായിരിക്കാം ഒരാളെ ഒരു രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശക്തിപ്പെടുത്തുക. പുതിയൊരു ദിവസത്തേക്ക് പ്രത്യാശയോടെ ഈ കഴുത്തിൽ ഈ നുഖവും ഭാരവും ഒക്കെ ഉണ്ടെങ്കിൽ, വിലാപങ്ങൾ 5:5 നമ്മൾ വായിച്ചതുപോലെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഒന്ന് ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ശാന്തമാകാനും പ്രതീക്ഷയോടെ പുത്തനൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കാനും ഒക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഒരു 100 പേരിൽ ഒരാൾക്ക് അതൊരു കൃപയായിട്ട് മാറിയാൽ ഈശോ അതൊരു ഇരട്ടി അനുഗ്രഹമായിട്ട് നമുക്ക് മാറ്റും. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ സപ്പോർട്ട്, നിങ്ങൾ ഇത്രയും കാലം ചെയ്തു തന്ന നിങ്ങൾ എന്നോട് ചേർന്ന് നിന്ന്, നിങ്ങൾ കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിന്ന് ദൈവരാജ്യത്തെ വളർത്തുന്നതിനും എനിക്ക് വേണ്ടി പേഴ്സണലി കേൾക്കുമ്പോൾ, ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ, വീഡിയോസൊക്കെ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ നന്ദി പറയുന്നു. ഈശോയുടെ നാമവും ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ വചനവും നിങ്ങൾ ഇനിയും ശക്തിപ്പെടുത്തട്ടെ. അപ്പം മറക്കണ്ട, ഈ ഒരു ചാനൽ വഴി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമുക്ക് വചനം കേൾക്കാം. കുറച്ച് സമയം ഒപ്പം തന്നെ ഒരു ബ്ലെസ്സിങ് കൂടെ കെട്ടി നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട് മുമ്പോട്ട് പോകാം. ശാന്തമായിട്ട് കിടന്നുറങ്ങാനും ശക്തിപ്പെടാനും ഈ ഒരു ശുശ്രൂഷ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അച്ഛനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ആമേൻ.